ആഷിക്ക് തെരഞ്ഞെടുപ്പ് അടുക്കാറാവുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മിക്കവാറും നവംബർ അല്ലെങ്കിൽ ഡിസംബറിനുള്ളിൽ ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ആദ്യം തന്നെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും വോട്ട് രൂപീകരണം, ഏകീകരണം എന്നിവ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഏത് തറവേല വേണമെങ്കിലും കാണിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മളത് കാണാറുമുണ്ട്. നമ്മുടെ രാജ്യം സെക്യുലർ ആണെങ്കിലും പല ഘട്ടങ്ങളിലും സാമുദായിക വോട്ടുകൾ ഒരു എൻ ബ്ലോക്ക് പോലെ രൂപീകരിക്കപ്പെടുകയും അത് വോട്ട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ആർക്ക് ആര് വോട്ട് ചെയ്യണം എന്നുള്ളത് സമുദായം തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ നിർഭാഗ്യകരമാണ്. പക്ഷേ നിർഭാഗ്യകരമാണെങ്കിലും ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഓരോ സമുദായത്തിന്റെയും വോട്ട് ഞങ്ങളുടെ വോട്ട് ബാങ്കിനുള്ളിൽ നിക്ഷേപിക്കപ്പെടണം എന്നുള്ള ഒരു പിടിവാശി ഇവിടുത്തെ മുന്നണികൾക്കുണ്ട്. പല ഘട്ടങ്ങളിലും അത് ആരാണോ ഏറ്റവും വ്യക്തവും കൃത്യവുമായി ചെയ്യുന്നത് അവർക്ക് മുൻതൂക്കം ലഭിക്കും എന്നുള്ളതാണ്. ഇത്തവണ ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുന്നത് LDF ആണ്. LDF കൃത്യമായി NSS എന്ന് പറയുന്ന കേരളത്തിലെ പ്രബലരായ സാമുദായിക സംഘടനയെ അവരൊപ്പം ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളിടത്താണ്. മാത്രമല്ല NSSന്റെ പരമോന്നത നേതാവായ സുകുമാരൻ നായർ ഇന്നലെ അടക്കം നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ അദ്ദേഹം ഇപ്പോഴും ഉള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് LDF സർക്കാരിനൊപ്പം നിൽക്കുക എന്നൊരു രീതിയിലാണ്. പ്രത്യേകിച്ച് ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിശ്വാസ സംരക്ഷണവുമായി LDFന്റെ നിലപാടാണ് ശരിയെന്നൊരു രീതിയിലേക്ക് വന്നു. മാത്രമല്ല അവിടെയല്ല പ്രശ്നം കിടക്കുന്നത്, കൃത്യമായി UDF നടത്തുന്നത് കള്ളക്കളിയാണെന്നും BJP ഒന്നും ചെയ്യുന്നില്ല എന്നുകൂടി പറയുന്നു. അതായത് ഇവരാരുടെ ഭാഗത്താണെന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. എന്തായാലും NSSനെ പോലെയുള്ള ഒരു പ്രബലരായ സംഘടന UDFൽ നിന്ന് ഉടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് എങ്ങോട്ടേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ആശങ്ക അത് UDF പാളയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരെ പിണക്കേണ്ടതില്ല, മയപ്പെടുത്തി എടുക്കാം എന്ന രീതിയിലേക്കാണ് വരുന്നത്. മാത്രമല്ല സുകുമാരൻ നായർ പറഞ്ഞൊരു സാധനം, വിശ്വാസ സംരക്ഷണം എന്നുള്ളത് അത് നടത്തുന്നത് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അതിനുവേണ്ടി സ്ത്രീകളെ വേണമെങ്കിൽ ഇനിയും LDF സർക്കാരിന് കയറ്റാമായിരുന്നു, പക്ഷെ അവരത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിൽ CPM-നൊപ്പം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുക എന്നൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത്? സത്യത്തിൽ ഇതൊരു ഒരു സെക്കുലറിസ്റ്റ് ആയ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമകരമായ ഒരു കാര്യമാണ്. എന്താണ് ആഷിക്കിന് തോന്നുന്നത്? ഇവിടെ കൃത്യമായ ഗ്രൗണ്ട് വർക്കാണ് ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് LDF ചെയ്യുന്നത് എന്നതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കൺമുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് വിശ്വാസികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസികളുടെ ആ ഒരു വിശ്വാസത്തിന് മേൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത്. അതിനെ വ്യക്തമായി NSSും SNDP പോലെയുള്ള സംഘടനകൾ സപ്പോർട്ട് ചെയ്തപ്പോൾ കൂടുതൽ ബലം പകരുകയാണ് ഉണ്ടായത്. സർക്കാർ ചെയ്ത ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ എടുത്ത നിലപാട് സർക്കാരിന് തിരുത്തേണ്ടി വന്നു, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു എന്ന് പറയാതെ പറയുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള സംഘടനകളെ ചേർത്ത് പിടിക്കുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട്. കാരണം NSSന്റെ നേതാവ് സുകുമാരൻ നായർ തന്നെ പറയുന്നു, സർക്കാരിന് അവിടെ പറ്റിയ വീഴ്ച പിന്നീട് സർക്കാർ ആവർത്തിച്ചില്ല, അല്ലെങ്കിൽ അതിന് ബദലായി സർക്കാർ അവിടുത്തെ വികസനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതിനെ സ്വാഗതം ചെയ്യണം. അതുകൊണ്ട് തന്നെ UDFന്റെ കപടതയ്ക്ക് മുന്നിലൊന്നും ഞങ്ങൾ വീഴില്ല. സർക്കാർ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ശബരിമലയിലെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അതുപോലെ തന്നെ ശബരിമല വികസനം സർക്കാരിനെ കൊണ്ട്, കേരള സർക്കാരിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന, LDF സർക്കാരിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് NSSന്റെ പിന്തുണ സർക്കാരിന്, LDFനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഈ മന്ത്രിമാരെല്ലാം, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ എങ്ങനെയാണ് ആ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മറ്റു മുന്നണികൾ കണ്ടുപിടിക്കണം. കാരണം ചികിത്സയിലിരിക്കുന്ന സുകുമാരൻ നായരെ വീട്ടിൽ ചെന്ന് കാണുക, അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുക, ഇത് ഒന്ന് നമ്മുടെ ഒരു ഈഗോ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ വോട്ട് ബാങ്ക് നമ്മുടെ മുന്നണിക്ക് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഇപ്പോൾ VD സതീശൻ എടുക്കുന്ന നിലപാടുകളുണ്ട്. VD സതീശൻ പ്രത്യക്ഷത്തിൽ വന്ന് ഈ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം എന്തുകൊണ്ട് സർക്കാർ മാറ്റുന്നില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വ്യക്തമായ ചോദ്യങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നതെങ്കിൽ കൂടി ഇതെല്ലാം നെഗറ്റീവായിട്ടാണ് ഭവിക്കുന്നത്. ഇപ്പം VD സതീശനോടുള്ള ഈ NSSന് VD സതീശനോടുള്ള അമർഷമെല്ലാം ഇവിടെ പ്രകടമാവുകയാണ്. ഇവിടെ ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ KC വേണുഗോപാലിനുമെല്ലാം ഈ നേതാക്കളുമായി അടുപ്പമുണ്ട്. പക്ഷെ അതൊന്നും ഉപകാരപ്രദമാക്കി മാറ്റാൻ UDFന് കഴിയുന്നില്ല. അതിനെല്ലാം ശ്രമങ്ങൾ പിന്നണിയിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ വന്ന് സുകുമാരൻ നായരെല്ലാം സർക്കാരിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. മീഡിയക്കെല്ലാം മുന്നിൽ വന്നുകൊണ്ട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് ഓൾറെഡി ബൈറ്റ് പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ഓൾറെഡി നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു മറ്റു മുന്നണികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസ് അവിടെ ചെയ്യണം. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇനി സർക്കാരിനെ തള്ളിപ്പറയും എന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇരട്ടത്താപ്പായി മാറും. അത് ജനങ്ങൾക്കിടയിൽ വലിയ
മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കലാവും. അതുകൊണ്ട് തന്നെ ഇനി സർക്കാരിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല. കാരണം ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം മാഷിക്ക്, അതായത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് CPM ആണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിതീവ്ര ഹിന്ദുക്കളൊന്നുമല്ല, പക്ഷേ അടിസ്ഥാനപരമായ വിശ്വാസികളാണ്, സെക്കുലർ ആയിട്ട് നിൽക്കുന്ന, എന്നാൽ കേരളത്തിൽ പുരോഗമനമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരവാദികൾ ആയ കുറച്ച് ആളുകൾ തന്നെയാണ് കേരളത്തിലെ CPM-ന്റെ ശക്തിയായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് പ്രത്യേകിച്ച് രണ്ടാം ഭരണ കാലഘട്ടത്തിലുടനീളം CPM എടുത്തിട്ടുള്ള അല്ലെങ്കിൽ LDF എടുത്തിട്ടുള്ള കുറേയധികം നിലപാടുകൾ ന്യൂനപക്ഷ പ്രീണനം ആയി അവർ ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ തന്നെ പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹിന്ദുക്കൾക്ക്, അതായത് സെക്കുലറായി നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് സർക്കാരിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ അവർ വഴിമാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായി ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിലൂടെ, അതാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, കൃത്യമായ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുത്ത് അവസാന ഘട്ടത്തിൽ ഫൈനൽ ലാപ്പിൽ ആര് വരും എന്നുള്ളതാണ്. ഒരു മാരത്തോണിൻ്റെ ആദ്യം ആര് ഓടുന്നെന്നോ അല്ലെങ്കിൽ പുറകെ ആര് ഓടുന്നെന്നോ അല്ല, അവസാനം ആരാണ് ഫിനിഷിംഗ് ലൈനിൽ എത്തുക എന്നുള്ളതാണ് പോയിന്റ് കിടക്കുന്നത്, ജയം ഉറപ്പാക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുന്ന ഫൈനൽ ലാപ്പിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? LDF ബഹുദൂരം മുന്നിലാവുന്നൊരു സാഹചര്യം ഉണ്ടായി. നമുക്ക് NSS ഇവരുടെ കൂടെ, SNDP ഇവരുടെ കൂടെ, ഇനി ആരാണ് ഇവരുടെ കൂടെ വേണ്ടത്? പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന് തെറ്റ് പറ്റി എന്ന് വിശ്വാസികൾ ഇപ്പൊ വിശ്വസിക്കുന്നു. പക്ഷെ സർക്കാർ എവിടെയും അത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ കൊടുത്ത കേസുകളൊന്നും പിൻവലിക്കാനോ അതിൽ മറ്റ് നിലപാടുകൾ സ്വീകരിക്കാനോ ഒന്നും സർക്കാർ തുനിഞ്ഞിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും വിശ്വാസികൾക്കിടയിൽ ഒരു ഓറ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ്. സുകുമാരൻ നായരോട് തന്നെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം ഇതിലൊരു പ്രശ്നമുണ്ട്, യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് NSS ആണ്. NSS-ന്റെ വാല് പിടിച്ചാണ് ബാക്കിയുള്ള ആളുകൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചത് NSS ആണ്. അപ്പം NSS-നെ സംബന്ധിച്ചിടത്തോളം നിരവധി ഇവരുടെ ആളുകൾക്കൊക്കെ തന്നെ കേസുകളുണ്ട്. അപ്പം സുകുമാരൻ നായരോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കേസുകൾ റദ്ദാക്കാതിരിക്കുന്നത് ഒരു ഇരട്ടത്താപ്പെല്ലാം ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി കേസ് എന്തായിരുന്നു? പൊതുമുതൽ നശിപ്പിച്ചതാണ്, ക്രമസമാധാന പരിപാലനത്തിനുള്ള അത് ക്രിമിനൽ ഒഫൻസുകളാണ് അവയൊക്കെ. ആ ഒഫൻസുകൾ ചെയ്ത ആളുകളെയാണ് ശിക്ഷിക്കുന്നത്. അതായത് അവിടെയും ഒരു ന്യായീകരണം സുകുമാരൻ നായർ തന്നെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ആശിക്ക്. അതായത് സംസ്ഥാന സർക്കാർ ഈ പൂർണ്ണമായും അർത്ഥത്തിൽ ശബരിമല എന്ന് പറയുന്ന ഒരു അച്യുതണ്ട് ഉണ്ടാക്കി അതിന് ചുറ്റും കറങ്ങുന്നൊരു കേരള രാഷ്ട്രീയം. ഇതിലെ ഗതികെട്ട അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ UDF-ന് വായിക്കേണ്ടി വരികയാണ്. അത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയും UDF വെക്കുന്നില്ല. എന്താണ് LDF വെക്കുന്നു, അതിന് പുറകെ പോവുക എന്നൊരു രീതിയിലേക്ക് മാത്രമേ തോന്നുന്നത്. അതെ, ഇപ്പോ ഈ LDF മുന്നിലോട്ട് വെക്കുന്ന ആശയങ്ങളെ അതിന് പുറകെ പോവുക, അല്ലെങ്കിൽ പുതുതായി ഒന്നും ചെയ്യാനില്ലാതെ ഇപ്പോൾ ഒരു ഗോൾ അടിച്ചിട്ട് പിന്നെ തിരിച്ചടിക്കണേക്കാൾ നല്ലത് ആദ്യം തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതാണെന്നത് ഫുട്ബോൾ കളിയിലെ ഒരു തന്ത്രമാണ്. ഇപ്പോൾ LDF-ന്റെ ഒരു ഭരണം എടുത്തു നോക്കുകയാണെങ്കിൽ, ഭരണത്തിൽ കയറിയ അന്നു മുതൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാന ലാപ്പിലെത്തുമ്പോൾ എന്താണ് ചെയ്തത്? ഈ അയ്യപ്പ സംഗമത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചോ? അവിടെ സ്ത്രീകൾക്ക് പോവാൻ കഴിയും, ആ സ്ഥലം വരെ, പമ്പ വരെ സ്ത്രീകൾക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് പോലും എടുത്തു പറഞ്ഞുകൊണ്ട് മന്ത്രി അടക്കം VN വാസവൻ അടക്കം എന്തിന് സ്ത്രീകളെ പങ്കെടുപ്പിക്കണം എന്ന നിലപാടിലേക്ക് മാറി. ഇത് വിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ ആ അയ്യപ്പ സംഗമത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? പിന്നീട് ഈ വിശ്വാസികളെല്ലാം തിരിയുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതിനിടവരുത്താതെ കൃത്യമായി ആദ്യഘട്ടത്തിലെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവസാനമാകുമ്പോഴേക്കും അപ്പോൾ ന്യൂനപക്ഷങ്ങളെല്ലാം കൂടെ നിന്നു. ഇനി കൂടെ നിർത്താനുള്ളത് വിശ്വാസികളെയും അതുപോലെ തന്നെ അന്ന് നമുക്കെതിരെ നിന്നിരുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരണം. അതിന് വ്യക്തമായി പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരിക. പിണറായി വിജയനെയൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം വളരെ വ്യക്തമായി ശബരിമലയിൽ പോയി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ ആ പ്രസംഗമെല്ലാം വിശ്വാസികൾക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് തോന്നിപ്പിക്കുന്ന വിധം കൃത്യമായി അത് ഓപ്പറേറ്റ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചു. അതെല്ലാം വിശ്വാസികൾ തന്നെയാണ് സ്റ്റാറ്റസിലൂടെയും മറ്റും എല്ലാവരിലേക്കും എത്തും. പ്രത്യേകം എടുത്തു പറയേണ്ട സുപ്രീം കോടതിയുടെ മൗനാനുവാദം കൂടിയായപ്പോൾ സർക്കാരിന് വളരെ അത് പോസിറ്റീവായി മാറി. ഇത് തീർച്ചയായും ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം UDF പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നതിനെ വിമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ആളുകൾക്ക് കയ്യടിക്കാൻ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയിലാണ്. അവരതാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇലക്ഷൻ എന്ത് ജയിക്കണം, അല്ലാതെ UDF ജയിക്കണമെന്നൊരു തീരുമാനമില്ല. ആര് മുഖ്യമന്ത്രിയാവണം എന്നെല്ലാമാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്നതിനെ വിമർശിക്കുന്ന തരത്തിൽ മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യുക. ജനങ്ങൾക്ക് UDF അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കൈയടിക്കാനോ, അല്ലെങ്കിൽ പ്രതിപക്ഷം മാതൃകാപരമായ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കൈയടിക്കാനോ ഒരു അത് ആശിക്ക് ശ്രദ്ധിച്ചിരുന്നു. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്ത്
എല്ലാവരും പറഞ്ഞത് UDF ആഞ്ഞടിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. അതായത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ എന്ത് ചരട് വലിക്കും അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് കൃത്യമായി ഇവിടുത്തെ ഭരണപക്ഷത്തിന് അറിയാം. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനാണ് പോലീസ് സ്റ്റേഷനിൽ ആക്രമണം ഉണ്ടായത്. അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുത്തു. 102ഓളം പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു, പിരിച്ചു വിട്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഇത്രയധികം കേസുകൾ ഇത് എടുത്തിട്ടുണ്ട്, മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരായ പോലീസുകാരാണ് പോയത്. അപ്പോൾ എല്ലാവരും ഒന്നും തെറ്റുകാരല്ല, തെറ്റുകാരുമുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഈ സുജിത്ത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഇത് പിണറായി വിജയൻ പറഞ്ഞ വാചകം ഇത് കേൾക്കുമ്പോൾ നമുക്ക് നോക്കൂ, സാമാന്യ ബോധമുള്ള അല്ലെങ്കിൽ ഇതിനെയൊക്കെ വലിയ രീതിയിലൊന്നും ഒബ്സർവ് ചെയ്യാത്ത ഒരു പക്ഷവും പിടിക്കാത്ത ഒരാൾക്ക് പോലും ഈ മറുപടി സാറ്റിസ്ഫൈങ് ആണ് എന്നുള്ളിടത്താണ് പിണറായി വിജയൻ അടിപൊളിയാവുന്നത്, അല്ലേ? ഒന്നും വേണ്ട. ഇവിടെ ഈ ആരോഗ്യവകുപ്പ് എത്രമാത്രം എന്താ പറയുക, അതിനൊരു മന്ത്രിയുണ്ട്. ആരോഗ്യവകുപ്പിന്റെ മന്ത്രി എത്രമാത്രം പ്രശ്നങ്ങളിലാണ് ചെന്നുപെടുന്നത്. ഇതുവരെ ആ മന്ത്രിയെ കൊണ്ട് ഒന്ന് പ്രത്യക്ഷത്തിൽ വന്ന് രാജി വെക്കാനും എന്ന് കടുംപിടുത്തം പിടിച്ച് രാജിവെപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചോ? ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വിവാദം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നടത്തിയ പ്രസ്താവന. അതിനു മുമ്പ് മറ്റേ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട്, മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളാണ്. ആശുപത്രിയിലെ മെഡിസിൻ ഉപകരണങ്ങളുടെ പ്രശ്നം, ഇങ്ങനെ എത്രയെത്ര പ്രശ്നങ്ങളാണ്. എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോഴും ആദ്യ 2 ദിവസം മാധ്യമങ്ങളിലെല്ലാം ശ്രദ്ധ പിടിക്കുന്നു, ഒരു 2-3 പ്രതിഷേധങ്ങൾ നടത്തുന്നു, ജലപീരങ്കി ഉപയോഗിക്കുന്നു, പിരിഞ്ഞു പോകുന്നു. അല്ലാതെ ഒരാൾ പോലും ലാത്തിക്ക് അടികൊള്ളാനോ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. വീണ ജോർജ് രാജിവെക്കണമെന്ന് വാശി പിടിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചോ? കൃത്യമായി ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെ പറയുന്നു മന്ത്രിയെ കാണാൻ കിട്ടുന്നില്ല. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നു മന്ത്രിയെ കാണാൻ കിട്ടുന്നില്ല, പിണറായി വിജയനെ കാണുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മന്ത്രി വീണ ജോർജിലേക്ക് എത്തുന്നത് എന്ന്. എന്നിട്ട് പോലും ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ഒരു മന്ത്രിക്കെതിരെ ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഒരു പ്രതിപക്ഷം? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് ഒരിക്കലും ഇനിയൊരു ഇലക്ഷനിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. കേന്ദ്ര നേതൃത്വം ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന ഒരു സംസ്ഥാനം ഇനി കേരളം കൂടി ഉള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും പഠിച്ചാൽ കൊള്ളാം. പക്ഷേ പഠിക്കാനുള്ള സമയം ഇനി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം.